വോട്ടെണ്ണലിന്റെ തലേ ദിവസം BRM ഹിക്കയുടെ പഴയ ഒരു വാചകം ഇപ്പോ കത്തിക്കയറുകയാണ്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് സതീശന്റെ യാത്രക്കിടെ നെടുമങ്ങാട് സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന കാലഘട്ടത്തിൽ സതീശനെയും ഒപ്പം തന്നെ അണികളെ കൂടി കോരിത്തരിപ്പിക്കാൻ ഹിക്ക അടിച്ച ഒരു തഗ് വാചകം. ഇപ്പൊ നമുക്ക് തോപ്പിക്കണം. ഞാൻ കേരളം മുഴുവൻ ഓടി നടന്ന് പ്രസംഗിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ പറയുന്നു, 100-ൽ കൂടുതൽ സീറ്റുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളുടെ പറഞ്ഞ വിശ്വസിക്കുമെന്നറിയില്ല. 23 സീറ്റുകളിലേക്ക് CPM കേരളത്തിൽ തൂത്തെറിയപ്പെടുകയാണ് ചെയ്യാൻ പോവുക. കേവലം 23. ആരാ പറഞ്ഞതറിയാം? BRM ഷബീർ പറയാൻ എഴുതി വെച്ചോ, 23ലേക്ക് വരും. പറയുന്നതാരെന്നറിയാമോ? BRM ഹിക്ക. ആരാ ഹിക്ക? ഇപ്പോ കോൺഗ്രസ്സുകാരും ചോദിക്കേ ആരാ, എവിടെയാ എന്ന ചോദ്യം ചോദിക്കുകയാണ്. ഒരു പക്ഷേ ഇന്നിപ്പോ ഈ വീഡിയോ കാണിച്ചിട്ട് BRM ഹിക്കയോട് ചോദിക്കുകയാണ്, ഇടതുപക്ഷം 23 സീറ്റിൽ ഒതുങ്ങുമോ, തൂത്തെറിയപ്പെടുമോ, എപ്പോ, എവിടെ, എങ്ങനെ എന്ന് വേണമെങ്കിൽ മറിച്ച് ചോദിക്കും. അതാണ് അവസ്ഥ. ഹിക്കയെ വാഗ്ദാനം കൊടുത്ത് കേരളം മുഴുവൻ കൊണ്ടു നടന്നിട്ട് ഏറ്റവും ഒടുവിൽ സുധീർ ഷാ പാലോടിനെ കൊണ്ടുവന്ന് ഷാഫി തേച്ച് കിടത്തിയപ്പോ ആരോരുമില്ലാതെ ഒറ്റപ്പെട്ടവനെ പോലെ ഏകാംഗനായി ഹിക്ക ഇപ്പോ തേരാപ്പാര സ്വന്തം വാടിക്കൂടെ നടക്കുകയാണ്. ഒന്നിലും പങ്കെടുക്കാതെ ഒറ്റ തിരിഞ്ഞ് സകലതും നഷ്ടപ്പെട്ട മനുഷ്യനെ പോലെ. എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ സർവേ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ ഹിക്ക പറഞ്ഞ 23-നോടൊപ്പം തന്നെ 40 സീറ്റും കൂടി ചേർത്താണ് ഫലങ്ങളുടെ പുറത്തുവരക്കം. ഇതിനു പുറമെ 98 സീറ്റിൽ നിന്ന് ചിലപ്പോൾ ഇടതുപക്ഷം 3-ാം വട്ടം അധികാരത്തിലേക്ക് വരുമെന്ന് പറയുമ്പോൾ BRM ഹിക്ക 23 എന്ന് തട്ടിവിട്ടത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് കോൺഗ്രസ്സുകാർ തന്നെ ഇപ്പോൾ ആലോചിക്കുകയാണ്. കാര്യം ഒരു ദിവസം മാത്രം ബാക്കിയിരിക്കെ ഇന്നലകളിൽ 100+100+ എന്ന് ആധികാരികമായി പറഞ്ഞ സതീശന് പോലും ഇന്ന് ചോദ്യം ചോദിച്ചപ്പോ മിണ്ടാട്ടമില്ല. നാളെ വിസ്മയം സംഭവിക്കും അല്ലേ? രണ്ട് വാക്ക് 24 മണിക്കൂറിലുണ്ട്. പ്രതീക്ഷ ഒന്നും പറയുന്നില്ല. ഈ പ്രതിപക്ഷ നേതാവെന്നുള്ള വലിയ ആളും കൂടെ ഉണ്ടാവുള്ളൂ. എന്താണ് നാളെ വലിയ പ്രതീക്ഷ നൽകുന്നുണ്ടോ? അതേക്കുറിച്ചെങ്കിലും ആ വോട്ടെടുപ്പിന് ശേഷമുള്ള അതേ ആത്മവിശ്വാസം ഇപ്പോഴും ഉണ്ടല്ലോ അല്ലേ? എന്താണ് എന്തെങ്കിലും ഒരു വാക്ക് സംസാരിക്കാതിരിക്കാനുള്ള കാരണം? ഇതാണിപ്പോ കോൺഗ്രസിന്റെ അവസ്ഥ. 23 സീറ്റെന്ന് തള്ളി മറിച്ച ഹിക്ക ഇന്നിപ്പോ ഈ പറയുന്ന കാര്യം ഒരിക്കലെങ്കിലും അംഗീകരിക്കും? ഇല്ല, ഞാൻ ആ സന്ദർഭത്തെ അറിയാതെ ഒരു ഡയലോഗ് അടിച്ചുപോയി എന്ന് പറഞ്ഞ് തടി ഊരാനാണ് സാധ്യത. എന്തായാലും ഹിക്കയെ ഇങ്ങനെ അദ്ദേഹം മാറി നടന്നാലും സോഷ്യൽ മീഡിയ ഓർത്തുകൊണ്ടേയിരിക്കും. പല വാചകങ്ങളും പിന്നീടൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത തരം ആനന്ദം ആൾക്കാരുടെ ഉള്ളിൽ നിറയ്ക്കാൻ ആ വാക്കുകൾക്ക് കരുത്തുണ്ട്.